അവർ വളരെ ലേറ്റായിട്ട് മാത്രം ഈ ഒരു റെഗുലേറ്ററി കംപ്ലയിൻസുമായി ബന്ധപ്പെട്ട എൻവയോൺമെൻറ്റിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വളരെ നേരത്തെ മുതൽ തന്നെ അത് ശീലമായിട്ടുള്ള സംഗതി. പക്ഷേ ലീഡർഷിപ്പ് ഏറ്റവും കൂടുതൽ ഈ ഇത്തരം പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ഓറിയൻറ്റ് ചെയ്ത് നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റ് എൻവയോൺമെൻറ്റിലാണ്. ഇന്ത്യൻ ബിസിനസ്സുകൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ബിസിനസ്സുകൾ കുറേയും കൂടി ഈ കംപ്ലയൻസിലേക്ക് നേരത്തെ ഓറിയൻറ്റേഷൻ കിട്ടിയ ആളുകൾ. പൊതുവേ മിഡിൽ ഈസ്റ്റിൻ്റെ ബിസിനസ്സുകളുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, അവർക്ക് ഈ റെഗുലേറ്ററി എൻവയോൺമെൻറ്റിൻ്റെ ഭാരം വല്ലാതെ ഉണ്ടായിരുന്നില്ല. അണ്ടിൽ റീസെൻ്റ്ലി ഒരു പോസ്റ്റ് കൊറോണയിലാണ് അത് ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രോങ്. ഇപ്പോൾ ഈവൻ വാറ്റ് ഒക്കെ റീസെൻ്റ്ലി ആണല്ലോ അവിടെയൊക്കെ വന്നത്. അപ്പോൾ അവർ വളരെ ലേറ്റായിട്ട് മാത്രം ഈ ഒരു റെഗുലേറ്ററി കംപ്ലയിൻസുമായി ബന്ധപ്പെട്ട എൻവയോൺമെൻറ്റിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വളരെ നേരത്തെ മുതൽ തന്നെ അത് ശീലമായിട്ടുള്ള സംഗതിയാണ്. ഇവിടുത്തെ ഒരു എക്കോണമീൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ ഇറ്റ് സെൽഫ് സസ്റ്റൈനബിൾ ആണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സംഗതികൾ. പക്ഷേ ലീഡർഷിപ്പ് ഏറ്റവും കൂടുതൽ ഈ ഇത്തരം പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ഓറിയൻറ്റ് ചെയ്ത് നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റ് എൻവയോൺമെൻറ്റിലാണ്. ATBC, Profit with Purpose, Prosperity for All.